ഈ പ്രോഗ്രാമുകൾ ലൈവായി ചിത്രീകരിക്കുന്നവരും തത്സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവരുമായ എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനം അറിയിക്കുന്നു. തുടക്ക ദിവസമായതുകൊണ്ടും തുടക്കത്തിൽ ജനറേറ്ററിന് തകരാറുകൾ സംഭവിച്ചതുകൊണ്ടും യോഗം തുടങ്ങുവാൻ അല്പം താമസിക്കുകയുണ്ടായി. ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതിൻ്റെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് സമയത്ത് എല്ലാം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരത്തില്ല. അതുകൊണ്ട് അല്പം വൈകിയാണ് നമ്മുടെ യോഗം തുടങ്ങിയത്. സമയത്ത് നിർത്തണമെന്നുള്ളത് വളരെ ഉത്തരവാദിത്തമായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും അധികം കൊണ്ടും അല്പം കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഉദ്ഘാടന സന്ദേശത്തിൽ തന്നെ രക്ഷയുടെ ദൂത് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. താൻ ഓർപ്പിച്ചതുപോലെ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ലോകവ്യാപകമായി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. വെല്ലുവിളികൾ ഇന്ന് പുതുതായിട്ട് ആരംഭിച്ചതൊന്നുമല്ല. സഭ എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ ഈ കഴിഞ്ഞ 2000 വർഷമായി സഭയ്ക്ക് നേരെ വെല്ലുവിളിയുണ്ട്. ചില സ്ഥലങ്ങളിൽ അതല്പം കൂടുതലും ചിലയിടത്ത് ഏറ്റക്കുറച്ചിലും ഉണ്ടെങ്കിലും ഒരു വെല്ലുവിളിക്കും ഇന്ന് വരെ സഭയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ എല്ലായിടത്തും വിജയിച്ച് നിൽക്കുന്നത് സഭ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ ഹൃദയത്തിൽ ഭാരമുണ്ടാകരുത്. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. ഇന്ന് രാത്രി യോഗം വൈകി തുടങ്ങിയതും നന്മയ്ക്കാണ്. വരും ദിവസങ്ങളിൽ അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പോകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഒന്നിൻ്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോകരുത്. ഇവിടെ 23 പേരെയൊക്കെ ഞാൻ ഈ മീനച്ചിലാറ്റിലെ ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത ആളിപ്പോൾ തിരിച്ച് ഓർത്തഡോക്സിലാണോ മുസ്ലിമിനാണോ എനിക്കറിയത്തില്ല, പോയെന്നാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു നാടായത്. അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രശ്നത്തിലൊന്നും പതറല്ലേ. വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ അത്രയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് ജയമെടുക്കണം. നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഗ്രൗണ്ടിൽ ഈ അടുത്ത ഞായറാഴ്ച വരെ ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് ലജ്ജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ പട്ടണത്തിന് നടുവിൽ ഇത്ര മനോഹരമായൊരു സംവിധാനം ദൈവസഭയുടെ സെൻട്രൽ കൺവെൻഷൻ നടത്തുവാൻ പഞ്ചായത്ത് അധികൃതരിലൂടെ കർത്താവിൻ്റെ ദാസനെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഒത്തിരി വെല്ലുവിളികളെ നേരിട്ടാണ് സഭ ഇന്നത്തെ നിലയിലായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കാതെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. കറണ്ടില്ലായിരുന്നെങ്കിലും ജനറേറ്റർ വരാൻ വൈകിയെങ്കിലും ആദ്യത്തെ 2-3 പേര് ഈ പന്തലിൽ കയറിയപ്പോൾ യേശു ഇവിടെ വന്നു. യേശു ഇവിടെ വരാൻ വേണ്ടി കറണ്ടൊന്നും വേണ്ട, അതവൻ്റെ വാഗ്ദത്തമാണ്. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ എഴുന്നള്ളി വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് തുടക്കത്തിൽ ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയുള്ള ആ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും കാണാനൊക്കത്തില്ല, എന്നാലത് കണ്ട് അനുഭവിക്കുന്നവരും മൗനമായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ എരിഹോവിൽ കൂടി ഇങ്ങനെ യേശു കടന്നു പോകുന്നത് ആളുകളെല്ലാം കണ്ടൊരു ആരവാരമായിട്ട് ഇങ്ങനെ പോകുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ 2 കണ്ണുമില്ലാതെ ആ വഴിയോരെ തിരന്നുകൊണ്ട് നിൽക്കുക.
ഈ അഭൂതപൂർവമായ മനുഷ്യരുടെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്താ സംഭവം, എന്താ മറ്റൊരു ദിവസം ഇല്ലാത്ത പ്രത്യേകത ഇന്ന് എന്താന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, നസറേയനായ യേശു കടന്നു പോകുകയാണ്. പിന്നെ ഈ മനുഷ്യൻ ഒരു സെക്കൻഡ് താമസിച്ചില്ല. അവന് മനസ്സിലായി, ആ സാന്നിധ്യം എൻ്റെ അടുക്കേന്ന് മാറിപ്പോയാൽ പിന്നെ എനിക്ക് വിടുതലില്ല. അതുകൊണ്ട് ആ സാന്നിധ്യം കടന്നു പോകുന്നതിന് മുമ്പേ ഒരൊറ്റ വിളി, ആ നിമിഷത്തിൽ അവന്റെ പ്രശ്നം പരിഹരിച്ചു. ഇന്ന് രാത്രിയിലും ആ സാന്നിധ്യം ഈ പന്തലിലൂടെ കടന്നു പോകുന്നുണ്ട്. നീ ആത്മാർത്ഥമായിട്ടൊന്ന് വിളിക്കാൻ തയ്യാറായാൽ നിന്ന് നിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടല്ലാതെ യേശു ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ഒരുമിച്ച് ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. ലോകം മുഴുവൻ പെസഹ എന്ന ഈ ദിവസത്തിനെ നാമകരണം ചെയ്യുമ്പോൾ മോശയുടെ കാലത്ത് മാറ്റിക്കെട്ടി ആബീബ് മാസം 10-ാം തീയതി സന്ധ്യയ്ക്ക് മാറ്റിക്കെട്ടിയ ഊനമില്ലാത്ത കുഞ്ഞാട് 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുക്കപ്പെട്ട് അതിന്റെ രക്തം ഇസ്രായേൽ മക്കളുടെ കട്ടിളപ്പടിമേൽ കുറുമ്പടിമേൽ പുരട്ടി വാതിലടിച്ചകത്ത് കയറി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസം കയ്പുചീരയോടെ ഭക്ഷിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്ന രാത്രിയിൽ 430 വർഷത്തെ പറവോന്യ ബന്ധനത്തിന്റെ കയറുകളെ അറുത്ത് വാഗ്ദത്ത കനാനിലേക്ക് തന്റെ ജനം യാത്ര പുറപ്പെട്ട രാത്രിയെ ഓർക്കുന്ന ദിവസമാണിത്. ചെറുദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നാൽ ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെ പൗലോസ് അപ്പോസ്തലൻ എഴുതി, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിനായി മാറ്റിക്കെട്ടിയ കുഞ്ഞാൻ അറുക്കപ്പെട്ടെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ മാനവജാതിയുടെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിൽ മാറ്റിക്കെട്ടപ്പെട്ടിരുന്നതും കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകമറിയാമലൂടെ ഉലകത്തിൽ പിറന്നവനും ലോകത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യത്തിൽ വളർന്നു വന്നവനും 33 തിരുവയസ്സിൽ ഗതസമന തോട്ടത്തിൽ ഇന്നത്തെ രാത്രി പോലെ ഒരു രാത്രിയിൽ കൊയ്യപ്പെട്ടവനും ഗതസമന മുതൽ ഗബദയിലൂടെ ഗാഗുൽത്ത വരെ മെതിക്കപ്പെട്ടവരും ഗാഗുൽത്തയുടെ കൊലത്തളത്തിൽ ഹല്ലേലൂയ 3 കാരിരുമ്പാണികളാൽ മുൾക്കിരീടധാരിയായി വിലാപ്പുറ കുത്തിക്കീറിയവനായി അവസാന തുളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം ഇന്ന് രാത്രി ഓർക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഇടയിൽ വലിയ വിടുതലാണ്. സന്തോഷത്തോടെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ഈ നല്ല കുഞ്ഞാടിനെ ഒന്ന് ആരാധിക്കുമല്ലോ. ഹല്ലേലൂയ. ഞാൻ മുഖവരകൾ ദൈർഘ്യമാക്കുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് വേണ്ടി തയ്യാറായി വന്നെങ്കിലും ആ വിഷയമെടുത്താൽ സമയത്ത് നിർത്താൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി ചെയ്യേണ്ടത് ചെയ്യട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വായിക്കുന്നു. പടവിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. 35-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം ഇവിടെ വായിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം. 3 സുവിശേഷങ്ങളിൽ മറക്കാതെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടെ നമ്മൾ അറിയേണ്ടതിന് എഴുതിയിട്ടുള്ള 3
ആനുകാലിക സംഭവം ഒന്നിച്ച് നടക്കുന്ന, ഒന്നിനു പുറകെ ഒന്നായി ഒരു ദിവസം നടന്ന 3 ശ്രദ്ധേയമായ സംഭവങ്ങളാണ് ഇവിടെ വായിച്ചത്. ഇതേ കാര്യം മത്തായിയും ഇതേ കാര്യം ലൂക്കോസും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഒന്നാമത്തെ കാര്യം അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ. രണ്ടാമത്തെ കാര്യം 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ. 3 പള്ളി പ്രമാണിയായ യായിറോസിന്റെ മകളുടെ മരണം. 3 സംഭവങ്ങൾ. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏത് കാര്യവും കർത്താവ് പരിഹരിക്കുമെന്ന് ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം. എൻ്റെ മെസ്സേജിന്റെ ആകെ തുക ഇത്രയേ ഉള്ളൂ. നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഏത് വിഷയവും നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ കർത്താവിന് പരിഹരിക്കാൻ കഴിയും. ഞാൻ ഈ ദൂതിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രശ്നത്തിനും ഈ യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 6000 അശുദ്ധാത്മാക്കൾ ബാധിച്ച ഒരു മനുഷ്യൻ, ബഹുകാലമായി ഭൂതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ബഹുകാലമായി വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യൻ, ബഹുകാലമായി വീട്ടിൽ പാർക്കാത്തൊരു മനുഷ്യൻ, ബഹുകാലമായി ശവക്കല്ലറകളിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ, ബഹുകാലമായി സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ബഹുകാലമായി ആർക്കും കീഴടക്കാൻ കഴിയാതെ ചങ്ങലകൾ ഉരുമി പൊട്ടിച്ച് ബന്ധനങ്ങൾ അഴിച്ച് ഉറക്കെ നിലവിളിച്ച് മലകളിലും കല്ലറകളിലും അലറി നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമ്മൾ വായിച്ചത് വൈദ്യന്മാരാൽ ഏറിയോന്നു സഹിച്ചു, തനിക്കുള്ളതെല്ലാം വിറ്റു, ഒട്ടും ഭേദപ്പെടാഞ്ഞിട്ട് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടൊരു സ്ത്രീ. 3 ഏകജാതയായ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണം. 1 നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ പ്രശ്നം. 2 വൈദ്യശാസ്ത്രത്തിനോ മരുന്നിനോ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ത്രീ. 3 ഉലകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത മരിച്ച ഒരു കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എനിക്ക് സന്തോഷം, ഉലകത്തിൽ ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഭൂതാത്മാവുള്ളവനെയും സകല വൈദ്യന്മാര് കൈവിട്ട ഈ 12 വർഷത്തെ പഴക്കമുള്ള രോഗത്തിന്റെ ഉടമയായ സ്ത്രീയെയും മരിച്ച ഈ കുഞ്ഞിനെയും യേശു പെട്ടെന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതിയ ബഹുകാലമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരൊരു നിമിഷം ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ച് ആർക്കും അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തെ പരിഹരിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഈ പന്തലിലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ നടക്കാൻ പോകുന്ന 3 വിടുതലുകൾ മനസ്സിലാക്കിയ ദുരാത്മ ശക്തിയുടെ പാളയങ്ങൾ ഈ ശുശ്രൂഷ 5-ാം അധ്യായത്തിൽ വെളിപ്പെടാതിരിക്കാൻ 4-ാം അധ്യായം കൊണ്ട് ഈ കഥയ്ക്ക് പരിസമാപ്തി വരുത്താൻ ശ്രമിച്ചൊരു ശ്രമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളത് 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേര്. 5:8. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഈ അധ്യായം മുഴുവൻ അരിച്ചു പറക്കി വായിച്ചാൽ യേശു അവിടെ എങ്ങും ഈ അശുദ്ധാത്മാവിനോട് വിട്ടുപോകാൻ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എവിടെയാണ് യേശു ഇത് പറഞ്ഞത്? 4-ാം അധ്യായത്തിന്റെ 35 മുതൽ വായിക്കുമ്പോൾ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറയണം, വേഗത്തിൽ നമുക്ക് അക്കരയ്ക്ക് പോകണം. അവരക്കരയ്ക്ക് പോകുവാൻ പടകിൽ കയറി യാത്ര പുറപ്പെട്ടു. പെട്ടെന്ന് സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി മാറി. ഇന്ന് രാത്രി ഈ സെന്ററിനോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. അപ്രതീക്ഷിതമായി പ്രതികൂലമുണ്ടായാൽ ഒരു കാര്യം ഓർത്തോണം, അപ്രതീക്ഷിതമായ ചില വിടുതലുകൾ പെട്ടെന്ന് നടക്കാൻ പോകുകയാണ്. ആരംഭത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോ, ഇതിന്റെ അവസാനത്തിങ്കൽ ആർത്തുല്ലസിക്കത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി ഇതിന് നടുവിൽ ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ള വിശ്വാസിയും അഭിഷക്തന്മാരും ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, പെട്ടെന്ന് ഒരു കാറ്റടിക്കുകയാണ്, പെട്ടെന്ന് കടൽ കോപിക്കുകയാണ്, പെട്ടെന്ന് പടകാടി ഉലയുകയാണ്. പക്ഷെ ഈ പ്രശ്നമൊന്നും യേശുവിനെ ബാധിക്കുന്നില്ല. യേശു ശാന്തമായി അമരത്ത് തല വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ശിഷ്യന്മാര് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പരിശ്രമങ്ങൾ നടത്തി. പക്ഷെങ്കിൽ കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വന്നു. തിരമാലയുടെ കോപം കൂടിക്കൂടി വന്നു. പടകിന്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമായി. പടകിലേക്ക് വെള്ളം ഇരച്ചു കയറി. ഈ സമയത്ത് യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. നമ്മൾ 5:8 വായിച്ചത് ഈ അശുദ്ധാത്മാവിനോട് കർത്താവ് കൽപ്പിച്ചെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അക്കരയ്ക്ക് വന്നാൽ നടക്കുന്ന ദൈവപ്രവൃത്തി ഗ്രഹിച്ച ദുഷ്ടപിശാച് അക്കരയ്ക്ക് എത്താതിരിക്കാൻ കാറ്റിന്റെ രൂപത്തിൽ, ആർക്കും വെളിപ്പെടാത്ത രൂപത്തിൽ കാറ്റായി വന്ന് കടലിളക്കി തിരയായി വന്ന് അക്കരയ്ക്കുള്ള യാത്രയെ മുടക്കാൻ തുടങ്ങിയപ്പോഴേ അധികാരമുള്ളവൻ എഴുന്നേറ്റ് ഒറ്റ വാക്കിൽ അതിനെ ശാസിച്ചപ്പോഴേ ഇവന്റെ കെട്ട് ദൈവം അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാണ്, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത്. ഈ പ്രഥമ രാത്രിയിൽ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ മിനിസ്ട്രിക്ക് വിരോധമായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി ദുഷ്ടപിശാച് ഈ മണർകാട് ദേശത്ത് വ്യാപരിച്ചുയർത്തുന്ന എല്ലാ പൈശാചിക പോരുകളെ ഒറ്റ വാക്കിൽ അമർച്ച ചെയ്യാൻ കഴിവുള്ള ഒരു യേശു ഈ രാത്രി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം ചില മേഖലകളിൽ ഇതിനകത്ത് വിടുതലയക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു വിവാഹിതനായിരുന്നെങ്കിൽ തനിക്ക് മാന്യയായ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല പിതാവായിരിക്കും, തൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മകനായിരിക്കും, സമൂഹത്തിൽ നല്ലൊരു കുടുംബപ്പേരും അതിൻ്റെ വിദ്യാഭ്യാസവും മാന്യതയൊക്കെ ഉള്ള ചെറുപ്പക്കാരനായിരുന്നിരിക്കാം ഇവൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവനിൽ ബാധിച്ച ഒരു അശുദ്ധാത്മാ ശക്തി ചെറുതല്ല, ഒന്നല്ല, 6000 എണ്ണം ഇവന്റെ അകത്ത് കയറിയേക്കാം. എന്ന് പറഞ്ഞാൽ ഈ തേനീച്ചക്കൂട്ടിൽ തേനിന്റെ അടയെ ചുറ്റി ഞാന്ന് കിടക്കുന്ന തേനീച്ചകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ ഒരു മനുഷ്യന്റെ അകത്ത് ഈ 6000 എണ്ണം കുടിയിരിക്കുക. സ്തോത്രം. ഇവനിൽ വ്യാപരിച്ച ഈ 6000 ദുരാത്മ ശക്തി ഇവനെ വീട് ഉപേക്ഷിപ്പിച്ചു, ഇവന്റെ വസ്ത്രം ഉപേക്ഷിപ്പിച്ചു, ഇവന്റെ ബന്ധങ്ങളെ ശിഥിലമാക്കി. ഇപ്പൊ ഇവന് അപ്പനുമായി ബന്ധമില്ല, അമ്മയുമായി ബന്ധമില്ല, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുമായി ബന്ധമില്ല, മക്കൾ ഉണ്ടെങ്കിൽ മക്കളുമായി ബന്ധമില്ല, സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഒന്നും ഇവനില്ല. ഇവനെ വീട്ടിൽ പാർക്കുന്ന ഇഷ്ടമല്ല. ഇവനെ ഏതെങ്കിലുമൊക്കെ ആ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ
സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണും. പക്ഷെ അവിടുത്തെ ഒന്നും ചികിത്സകൾക്കോ അവിടുത്തെ ചങ്ങലകൾക്കോ ഇവനെ വിടാൻ കഴിഞ്ഞില്ല. ഇവന്റെ പാർപ്പ് ശവക്കല്ലറകളില. ഞാൻ ഇന്ന് പകൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി വലിയ ചിന്ത. ഒരു മനുഷ്യൻ ഏറ്റവും ഒടുവിച്ചെല്ലേണ്ട സ്ഥലമാണ് ശവക്കല്ലറ. നമ്മളെല്ലാം അവിടെ പോകും. ഒരു സ്തോത്രം പറഞ്ഞേര്. നിങ്ങളുടെ അന്തരീക്ഷം പോയെന്ന് തോന്നുന്നു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു ദിവസം ശവക്കല്ലറയിൽ പോകും. അത് നമ്മുടെ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റാ. പക്ഷെ നമ്മുടെ ഓട്ടമെല്ലാം ഓടി തീർന്നു കഴിഞ്ഞ് അവിടെ എത്തുന്നേ. പക്ഷെ ഓട്ടം ഓടി തുടങ്ങും മുമ്പേ ഒരുത്തനെ അവസാനത്തെ പോയിന്റിൽ കൊണ്ടെത്തിച്ചിരിക്കുക പിശാച്. നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നത്, സാധ്യതയുള്ള ഒരുത്തനെ, ദൈവത്തിന് ഉപയോഗിക്കേണ്ട ഒരുത്തനെ, തൊട്ടടുത്തുള്ള 10 പട്ടണങ്ങളായ ദെക്കപ്പോലി ദേശമെന്ന 10 പട്ടണത്തെ സുവിശേഷീകരിക്കേണ്ട ഒരു സുവിശേഷകനാകേണ്ടവനെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരുത്തനെ ഒരു മനുഷ്യൻ ഏറ്റവും ഒടുവിൽ ചെല്ലേണ്ടിടത്ത് കൊണ്ടാക്കിയേക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആരംഭത്തിൽ തന്നെ നിന്നെ അവസാനത്തിൽ കൊണ്ട് എത്തിച്ചിട്ട് അവിടെ ഇട്ട് അലറി നിലവിളിച്ച് ദേഹത്തെ ധന്യപ്പിച്ച് ആർക്കും വേണ്ടാത്തൊരു ശവമാക്കി മാറ്റാൻ ഉലകത്തിൽ വ്യാപരിക്കുന്ന ശക്തികൾ നിനക്കെതിരെ കൂട്ടം കൂടുമ്പോൾ നീ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. അതിനെതിരെ പ്രതികരിക്കാൻ കരുത്തുള്ള ഒരു യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. അക്കരയ്ക്ക് വന്നാൽ ഈ മനുഷ്യൻ വിടുവിക്കപ്പെടുമെന്നും ഇവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നും ഇവന്റെ മിനിസ്ട്രി അനുഗ്രഹമാകുമെന്നും അറിഞ്ഞ പിശാച് തടാകത്ത് ചുഴലിക്കാറ്റ് വരുത്തി വിടുവിക്കേണ്ടവനെ ഉറക്കം വരുത്തി. പ്രൈസ് ദി ലോർഡ്. അക്കരെ എത്തിക്കാതിരിക്കാനുള്ള സകല പദ്ധതികളും ഒരുക്കിയെങ്കിലും കയറിയവനും കൽപ്പിച്ചവനും പിശാചിന്റെ സകല പോരുകളെ വെട്ടാൻ അധികാരമുള്ളവനായതുകൊണ്ട് ആ ചുഴലിക്കാറ്റിന്റെ മേൽ അവൻ കൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന് വിരോധമായി നീ അറിയാതെ ആഴങ്ങളിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികൾക്ക് നേരെ കരം നീട്ടി കൽപ്പിക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനും കല്ലറകളെ ഭേദിച്ചവനും ഇമ്പീരിയൽ മുദ്ര പൊട്ടിച്ചവനും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനും പിശാചിന്റെ തലയെ കാൽവറി തകർത്തുകൊണ്ട് ജയോത്സവം കൊണ്ടാടിയ ഒരു യേശു ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ പരിചയമുള്ള ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഒറ്റ മകനേ ഉള്ളൂ. ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ മോന. നല്ല ആരോഗ്യദൃഢഗാത്രനായൊരു മകൻ. കാഴ്ചയ്ക്ക് നല്ല സൗന്ദര്യമുള്ളൊരു മകൻ. നന്നായി പ്രാർത്ഥിക്കുകയും മാതാപിതാക്കളുടെ കൂടെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തൊരു മകൻ. അവനെ +2 കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് അവനെ ഏറ്റവും പ്രസിദ്ധമായ അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. സ്കോളർഷിപ്പോടുകൂടി അവനെ പഠിക്കാൻ അയച്ചു. സഭ പ്രാർത്ഥിച്ചവനെ അയച്ചു. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. ന്യൂയോർക്കിൽ താമസിക്കുന്ന ഈ കുടുംബം ഈ മകനെ പ്രാർത്ഥിച്ച് കാലിഫോർണിയയ്ക്ക് അയച്ചു. 3 ആഴ്ചക്കകം അവൻ തിരിച്ചു വന്നു. ആ കോളേജിൽ ഉണ്ടായ ചില റാഗിങ് അനുഭവങ്ങൾ, നന്നായി പാടുന്ന, നന്നായി പ്രസംഗിക്കുന്ന, നന്നായി സാക്ഷ്യം പറയുന്ന, നന്നായിട്ട് ആരാധിക്കുന്ന, സ്കൂളിൽ മിടുക്കനായിരുന്ന, ചർച്ചിൽ മിടുക്കനായിരുന്ന ഈ മകൻ 3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നത് ആരോടും മിണ്ടാത്ത ഒരാളായിട്ട്. പിന്നീട് അവൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഒരു ഊമനെ പോലെ അവനായി.
അവൻ കതകടച്ച് മുറിക്കകത്തിരിക്കുകയാണ്. ഒരു വലിയ പൂച്ചയും അവന്റെ മുറിക്കകത്ത്. അപ്പൻ ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ കഥ തുറക്കും, ആഹാരം മേടിച്ച് കഥ അടയ്ക്കും, പുറത്തിറങ്ങി വരത്തേയില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. പക്ഷെങ്കിൽ ഇതെല്ലാം അനുഭവിക്കേണ്ടിയവനെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയച്ചതാണ്. പക്ഷെ അവിടെ നിന്ന് കയറി ചില പൈശാചിക ശക്തികൾ ഇവന്റെ മാനസിക സമനില തെറ്റിച്ച് ഒരു ബിംബം പോലെ പെരയ്ക്കകത്ത് വന്നിരിക്കുക. താടി വളർത്തി, മുടി വളർത്തി, ഷേവ് ചെയ്യാതെ, പല്ല് തേക്കാതെ, ആരോട് സംസാരിക്കാതെ ഒരു വല്ലാത്ത അനുഭവത്തിലായി. എല്ലാം തകരാൻ ഒരു സെക്കൻഡ് മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് തോന്നി പാടി പ്രാർത്ഥിച്ചൊക്കെ വിട്ട കേസ് 3 ആഴ്ച കൊണ്ട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതുപോലെ വിഷയത്തിനകത്ത് ഈ കുടുംബത്തെ കൊണ്ട് എത്തിച്ചു. അറിവുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ വർഷങ്ങൾ നീണ്ടു. ദീർഘനാളത്തെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും മറുപടി ഒരു രാത്രിയിൽ അവന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി. ദൈവം അവനെ വിടുവിച്ചെങ്കിൽ ഈ മകന്റെ കാര്യവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനിച്ചപ്പോഴേ 6000 പിശാച് കയറിയെന്നാരും ധരിക്കരുത്. ഒരുപക്ഷെ ഇവൻ മാന്യമായ കുടുംബത്തിലെ അംഗമായിരിക്കും, ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ മകനായിരിക്കും, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ചെറുക്കനായിരിക്കും, ഒരുപക്ഷെ നല്ല ജോലി ഉണ്ടായിരുന്നവനായിരിക്കും. പക്ഷെ എപ്പോഴോ ഒരു അവസരത്തിൽ 6000 പൈശാചിക ശക്തികൾ, ദുരാത്മ മണ്ഡലങ്ങൾ ഇവനെ പൊതിയാനിടയായി തീർന്നു. അത് ഇവനെ കുടുംബത്തിൽ നിന്നകറ്റി, ബന്ധങ്ങളിൽ നിന്നകറ്റി, ഒരു ശവക്കല്ലറയിൽ കൊണ്ടിട്ടു. അവനെ വിടിപ്പിക്കാൻ ഉലകത്തിൽ ആരെ കൊണ്ടും കഴിയത്തില്ല. നാട്ടുകാർക്ക് ഭയമായി, ആ വഴിയെ ആരും പോകത്തില്ല. ആ നിലയിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവൻ അലറിക്കരയുക. പക്ഷെങ്കിൽ അങ്ങക്കരെ, ഈ തടാകത്തിനക്കരെ ശുശ്രൂഷ ചെയ്യുന്ന യേശു അവിടെ നിന്നുകൊണ്ട് എന്റെ ചിന്ത, ഏതോ കരയുന്ന ഒരമ്മ ഈ യോഗത്തിനകത്ത് ഉണ്ടാകാം, വീട്ടിലുണ്ടാകാം. ഈ കൊച്ചിനെ കുറിച്ച് കരഞ്ഞു കാണും. ദൈവമേ, ലോകം മുഴുവൻ തകർക്കത്തക്ക നിലയിൽ 6000 ദുരാത്മ ശക്തികൾ എന്റെ മകനെ ബാധിച്ചല്ലോ, എന്റെ മകനെ വിടിവിപ്പാൻ ആരുമില്ലയോ എന്ന നിലവിളി ഉലകത്തിൽ ആരും കേട്ട് കാണത്തില്ല. പക്ഷെങ്കിൽ യേശു അത് കേട്ട് ഇന്ന് രാത്രി നിന്റെ കണ്ണുനീര് കാണാൻ ബന്ധങ്ങളോ സ്വന്തങ്ങളോ ചാർച്ചക്കാരോ ഇവിടെ ഇല്ലെങ്കിലും ഇതിനകത്തളത്തിൽ ഞെരുങ്ങുന്ന, കരയുന്ന, നീറുന്ന, നിന്റെ മനസ്സറിയുന്ന ഒരു സ്വർഗം ഈ രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ആർക്കും വിടിവിപ്പാൻ കഴിയാത്ത, എല്ലാവരും കൈവിടപ്പെട്ട ചില മേഖലകളിൽ ഇന്ന് രാത്രി എന്റെ യേശുവിന്റെ കരം ചലിക്കുകയാണ്. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അക്കരെ എത്തിക്കാതിരിക്കാൻ, നടുക്കടലിൽ തകർത്ത് കളയാൻ ഈ 6000 പൈശാചിക ശക്തികൾ കാറ്റിന്റെ രൂപത്തിൽ, തിരയുടെ രൂപത്തിലൊക്കെ രാത്രി രംഗപ്രവേശം ചെയ്തെങ്കിലും ഒറ്റ വാക്കിൽ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അനങ്ങാതിരിക്കാൻ പറഞ്ഞിട്ട് യേശു പടകിൽ നിന്ന് കാലെടുത്ത് കരയ്ക്കോട്ട് വെക്കുമ്പോൾ ഈ 6000 ദുരാത്മാവുള്ള മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇവിടെ ശ്രദ്ധിച്ചാട്ട് പ്രിയമുള്ളവരെ, ഈ 6000 ദുരാത്മാവുള്ളവൻ യേശുവിനെ മനസ്സിലായി. അവൻ ചോദിക്കുക, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? നരകത്തിലേക്ക് പോകാൻ എന്നോട് പറയരുതേ. ആ മേയുന്ന 2000 പന്നികൾ ഉണ്ടല്ലോ, ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ അനുവാദം തരണം. അവിടെ നമ്മൾ വായിച്ചത്, നേരത്തെ തന്നെ ഇവനെ വിട്ടുപോകുവാൻ. അവിടെ ഇരുന്നോട്ട് ബ്രദറെ, പാസ്റ്ററെ, അവിടെ ഇരുന്നോട്ടെ, പുള്ളി അവിടെ ഇരുന്നോട്ട്, ഒരു കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പം, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവിടെ ഇരുന്നോട്ടാ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഇങ്ങനെയുള്ളവരെല്ലാം കർത്താവിന് വേണം. അവരുടെ അകത്തൊരാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓതറയിൽ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ജെയിംസ് സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ മൈക്ക് വേണം പുള്ളിക്ക് പാട്ട് പാടാൻ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിക്കണോ പുള്ളിക്ക് പാടാൻ കൊടുക്കണം. അപ്പം ഞാൻ 2 പ്രാവശ്യം പറഞ്ഞ് ബ്രദർ ഇരിക്കാൻ. പുള്ളി ഇരുന്നില്ല. ഇത് അനുസരണമുള്ളൊരു സഹോദരനാണ്. ആ പുള്ളി മൈക്കിന് പിന്നെയും പിടിച്ചപ്പോൾ പിന്നെ ഞാൻ തലേ കൈവച്ച് യേശുവിനെ നാമത്തിൽ ഇരിക്ക് പിശാചെന്ന് പറഞ്ഞു. പുള്ളി നിലത്തിരുന്നു. യോഗം 9:00 തീർന്നേ. 9:00 വരെ പുള്ളി അവിടെ പോച്ച പറിച്ചുകൊണ്ടിരുന്നു. 9:00 കഴിഞ്ഞ് ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ വന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ശക്തി ഭയങ്കര. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. സകലത്തെയും നിയന്ത്രിക്കുന്നത് കർത്താവാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി എനിക്കറിയാം ഒരു വിടുതലുണ്ട്. അതുകൊണ്ട് പ്രാരംഭത്തിൽ ചില ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മാറിയിട്ട് ഈ രാത്രി അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് നല്ലപോലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ വേഗം നിർത്താൻ ശ്രദ്ധിച്ചേ. ഈ മനുഷ്യൻ വന്ന് നിലത്ത് കുമ്പിട്ടു. യേശു പറഞ്ഞു ഇവന്റെ ദുരാത്മശക്തി ഇറങ്ങട്ടെ. അത് പന്നിക്കൂട്ടത്തിലോട്ട് പോയി. ഒറ്റ നിമിഷം കൊണ്ട് കിഴിക്കാൻ തൂക്കി 2000 പന്നികളും ഓടിപ്പോയി. ഓരോന്നോരോന്ന് വെള്ളത്തിൽ ചാടി. 2000 പന്നിയും വെള്ളം കുടിച്ച് ചത്തു. ക്ഷണത്തിൽ ഇവൻ സുബോധമുള്ളവനായി. ഇവൻ വസ്ത്രമെടുത്തു ധരിച്ചു. ഇവനെ വർഷങ്ങൾ ബന്ധിച്ച് 6000 ഭൂതത്തിന്റെ കെട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് അഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, എത്ര പഴക്കമുള്ള കെട്ടായാലും ഒറ്റ വാക്കിൽ അഴിക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നീ നിന്റെ കുടുംബത്തെ ചൊല്ലി കരയുകയാണെങ്കിൽ, നിന്റെ തലമുറയെ ചൊല്ലി കരയുകയാണെങ്കിൽ, നാളുകളായി അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ ഒരു വിഷയത്തിന് മുമ്പിൽ കരയുന്നെങ്കിൽ ഇന്ന് രാത്രി വിടുവിപ്പാൻ കരുത്തുള്ളവനായ യേശു നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇവൻ സുബോധമുള്ളവനായി യേശുവിന്റെ അടുക്ക് വന്നു. അപ്പോഴത്തേന് നാട്ടുകാരെല്ലാം കൂടെ വന്ന് പറഞ്ഞു ഇവിടെ വിട്ടുപോകണം. യേശു അന്നേരം അവിടെ വിട്ടുപോകാൻ തയ്യാറായി. നമ്മളിപ്പോൾ 9 മണിക്ക് നിർത്താൻ പറഞ്ഞ് നമ്മൾ നിർത്തും. കാരണം നമ്മൾ നിയമം പാലിക്കുന്നവരാണ്. ഞാൻ കൊല്ലത്ത് പ്രസംഗിച്ചു തിരിച്ചു വരുമ്പോൾ 10:30 10:00 വരുമ്പോൾ റോട്ടിൽ ഭയങ്കര എഴുന്നള്ളത്ത് നടക്കുക. ഒരു പ്രശ്നം അവിടെ ഇല്ല. സ്തോത്രം. ഞാൻ കാട്ടാക്കടയിൽ പ്രസംഗിക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഒരു 11 മണി രാത്രി വീട്ടിലിപ്പോൾ എത്തിയപ്പോൾ 1:30 എന്നേരം മെമ്പായത്തിനപ്പുറത്ത് ഭയങ്കര പരിപാടി റോട്ടിൽ നടക്കുക. ഒരു പ്രശ്നമില്ല. നമ്മൾ 10 മിനിറ്റ് കൂടിയാലേ പ്രശ്നമുള്ളൂ. ഇന്ന് രാത്രി നമുക്കും പ്രശ്നമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു നമ്മുടെ നടുവിലുണ്ട്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അങ്ങനെ ഈ മനുഷ്യൻ സൗഖ്യമായി കഴിഞ്ഞിട്ട് യേശുവിനോട് പറഞ്ഞു കർത്താവേ ഞാനൂടെ കൂടെ വരട്ടെ. നല്ല ഒരു അഭിപ്രായമല്ലേ അവൻ ചോദിച്ചേ. പക്ഷെ യേശു പറഞ്ഞു വരണ്ട, നീ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ ചെന്നിട്ട് നിന്നെക്കുറിച്ച് ഓർത്ത് കരയുന്ന കുറെ പേരുണ്ട്. നാളുകളായിട്ട് നിന്റെ ഈ ദുസ്ഥിതിയിൽ നിന്നിൽ വ്യാപരിക്കുന്ന ഈ ദുരാത്മശക്തി കണ്ടിട്ട് നിന്റെ ഭവനം കരയുന്നുണ്ട്. നീ അവരുടെ മുമ്പിൽ ചെന്ന് കർത്താവ് നിനക്ക് എന്ത് ചെയ്തെന്ന് നീ ധൈര്യത്തോടെ സാക്ഷി പറയാൻ പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇവൻ ആ വാക്ക് കേട്ട് തിരിച്ചുപോയി. നിങ്ങൾക്കറിയാമോ, കാലത്തിന്റെ മുൻപോട്ടുള്ള പോക്കിൽ ദെക്കപ്പോലി ദേശമെന്നറിയുന്ന 10 പട്ടണങ്ങളെ സുവിശേഷീകരിച്ചത് ഈ ഒരു മനുഷ്യനാ. അങ്ങനെയാണ് ഇന്ന് രാത്രി ആരെ നമ്മൾ നിസാരരായി തള്ളരുത്. അവൻ തുണിയെടുക്കാത്തവനായിരുന്നു, കല്ലറ കിടക്കുന്നവനായിരുന്നു, കല്ലുകൊണ്ട് തന്നെ ഇടിക്കുന്നവനായിരുന്നു, മാനസിക നില തെറ്റിയവനായിരുന്നു, 6000 ഭൂതം ബാധിച്ചവനായിരുന്നു, പകലിൻ രാത്രി ഒരുപോലെ അലറി കരയുന്നവനായിരുന്നു. പക്ഷെ അവനെ ദൈവം വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരത്തിലെ ശക്തനായ ഒരു ശുശ്രൂഷകനായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നീ ഒന്നിനെയും നോക്കിയിട്ട് അവന്റെ സാഹചര്യം നോക്കി വിലയിരുത്താതെ അവനെ കൊണ്ട് നാളെ എന്റെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഇന്ന് രാത്രിയിൽ ഈ മണർകാട് ദേശത്ത് ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയോ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ വേഗം നിർത്താൻ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, വൈദ്യന്മാരാൽ ഏറിയോ ഒന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ച ഈ സഹോദരിക്ക് ഇനി ഒന്നുമില്ല വിൽക്കാൻ. അപ്പോഴാണ് ഒരു കേൾവി. നമ്മുടെ യോഗം ഇവിടെ വെച്ചതിന്റെ സന്തോഷം അറിയണം. ഒരു കേൾവി, പരസ്യയോഗം നടത്തുന്നതിന്റെ വില അറിയണം. എല്ലാവരും ഒന്നും ചുറ്റി നിന്ന് കേട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട. നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഹല്ലേലൂയ. അത് സാബു പാസ്റ്റർ പരസ്യബോധി പ്രസംഗിച്ചപ്പോഴായിരിക്കും, നമുക്കറിയത്തില്ല. സ്തോത്രം.
സിബിച്ചൻ സാക്ഷി പറഞ്ഞപ്പോഴായിരിക്കും, നമുക്കറിയത്തില്ല. എങ്ങനെയോ ഈ സഹോദരി ആരെക്കുറിച്ച് കേട്ടു? യേശുവിനെ കുറിച്ച് കേട്ടു. ഒരു കേൾവി അവളെ യേശുവിന്റെ അടുക്കലേക്ക് നടത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൺവെൻഷനിലെ കേൾവി, എന്തിനാ കൺവെൻഷൻ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർ കാണും. ഈ 12 വർഷത്തെ വിടുതലില്ലാത്ത സഹോദരി കൺവെൻഷനിൽ വെച്ചാണോ, പരസ്യയോഗത്തിലാണോ, അതോ TV ചാനലിലാണോ, നമുക്കറിയത്തില്ല. കേട്ടു. ആ കേൾവി അവളെ യേശു എന്ന രക്ഷകന്റെ അടുക്കലേക്ക് നടത്തി. പക്ഷെ വലിയ പുരുഷാരത്തിന്റെ മുമ്പിൽ അവർക്ക് അങ്ങോട്ട് എത്താൻ കഴിയാത്ത പ്രശ്നത്തിനകളെ നിൽക്കുകയാ. എങ്കിലും അവിടെ അകത്ത് വെളിപ്പെട്ട വിശ്വാസം ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട്, ആ പ്രതികൂലത്തെ കീറി മുറിച്ചുകൊണ്ട് അവൾ അങ്ങനെ ചെന്ന്, ഈ സഹോദരൻ യോഗത്തിന്റെ മിന്ന വന്ന കസാറയിരുന്നത് പോലെ ആ സഹോദരി യോഗത്തിന്റെ ഇടയ്ക്കൂടെ കയറി ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. ക്ഷണത്തിൽ സൗഖ്യം വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവന് വേണ്ടി സൗഖ്യമയക്കുന്ന ഒരേശു ഇവിടെയുണ്ട്. വിശ്വാസമുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്, നിന്റെ പ്രതിസന്ധിയുടെ ആഴം എത്ര വലിയതായാലും ഇന്ന് രാത്രി വിടുവിക്കുവാൻ എന്റെ യേശു മതിയായവന്. ഹല്ലേലൂയ. മൂന്നാമത്തെ വിഷയം ഇതിനെക്കാട്ടിലൊക്കെ വലിയതാ. പ്രൈസ് ദി ലോർഡ്. ഒരുത്ത ശവക്കോട്ടെ കിടന്നേ ഉള്ളൂ, മരിച്ചിട്ടില്ല. മറ്റോള് വൈദ്യന്മാരെ ഏറൊന്ന് സഹിച്ചെന്നേ ഉള്ളൂ, ചത്തിട്ടില്ല. പക്ഷെ ഈ മൂന്നാമത്തെ പ്രശ്നം ഈ അഖിലാണ്ടത്തിൽ ആർക്കും വിടുവിക്കാൻ കഴിയാത്ത കേസാ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ യായിറോസിനെ വിട്ടുന്ന് ഓടി വരികയാ. ഓടി വന്ന് പറഞ്ഞു, സഹോദരന്മാരെ, ഇനി യേശുവിനെ ബന്ധപ്പെടുത്തണ്ട, ആ വിഷയത്തെക്കുറിച്ച് ഇനി പ്രാർത്ഥിക്കണ്ട. നമ്മുടെ യായിറോസിന്റെ കൊച്ച് മരിച്ചുപോയി. ഇനിയിപ്പോൾ മരണാനന്തര ശുശ്രൂഷകൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? എപ്പോഴാണ് ബോഡി മോർച്ചറിയിൽ നിന്ന് എടുക്കേണ്ടത്? എപ്പോഴാണ് നമുക്കത് വീട്ടിൽ കൊണ്ടുവരേണ്ടത്? എപ്പോഴാണ് നമുക്ക് പൊതുവിൽ ചർച്ചയിൽ കൊണ്ട് വെക്കേണ്ടത്? എപ്പോഴാണ് ഫ്യൂണലിന്റെ സർവീസിനായിട്ട് സെമിത്തേരിയിൽ പോകുന്നൊക്കെ കാര്യം തീരുമാനിച്ചാൽ മതി. ഏതൊക്കെ പത്രത്തിലിടേണ്ട, ലൈവ് ആരെ എടുക്കുന്നത്, ഇതൊക്കെ ചിന്തിച്ചാൽ മതി. കൊച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, ഭയപ്പെടേണ്ട, കുഞ്ഞ് ബാലം മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാ. ഒരു സ്തോത്രം പറയണം. എന്റെ പ്രിയമുള്ളവരെ, ഇവര് വന്ന് പറഞ്ഞതാ ശരി, മരിച്ചെന്ന് പറഞ്ഞതാ ശരി. യേശു പറയാ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. 100% മരിച്ചെന്ന് മൂക്കിന്റെ അവിടെ വിരൽ വെച്ച് നോക്കി, പൾസ് പിടിച്ചു നോക്കി, ദേഹത്തിന്റെ ചൂട് നോക്കി, മതിച്ചെന്ന് 100% ഉറപ്പാക്കിയിട്ടാ വന്ന് പറഞ്ഞേ. കാരണം ചത്തേക്കുന്നത് പള്ളിപ്പുറമാണ് കൊച്ച. ചാകാത്ത കൊച്ച് ചത്തെന്ന് പറഞ്ഞ വിവരമറിയും. 12 ഗോത്രങ്ങൾ കൂടി തെരഞ്ഞെടുത്തേക്കുന്ന മാന്യനായ വ്യക്തിയുടെ കൊച്ച. ചുമ്മാ ചാടിക്കേറി ചത്തെന്നൊന്നും പറയാനൊക്കത്തില്ല. 100% ചത്തെന്ന് ഉറപ്പാക്കിയിട്ട് അവര് വന്ന് പറഞ്ഞ മരിച്ചെന്ന്. അങ്ങനെയാണെ അവര് പറഞ്ഞതാ ശരി, ഒരല്ലേലിയ പറഞ്ഞേ. പക്ഷെ യേശു പറഞ്ഞതാ സത്യം. ശരികൾ ഒത്തിരി ഉണ്ട് കേട്ടോ, സത്യം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ പറയണം. യേശു പറഞ്ഞതാ സത്യം, മരിച്ചിട്ടില്ല, ബാല ഉറങ്ങുകയാ. അവര് പറഞ്ഞതാ ശരി, ബാല മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മെ ചൂണ്ടി, നമ്മെ നോക്കി, കുടുംബത്തെ നോക്കി, കൺവെൻഷനെ നോക്കി പല ശരികളും പലരും പറഞ്ഞേക്കാം. ശരി കേൾക്കുമ്പോൾ അതിന്റെ പുറകെ നമ്മൾ പലരും പോയേക്കാം. പക്ഷെ ശരിക്കപ്പുറത്തൊരു സത്യമുണ്ട് കേട്ടോ. ആ സത്യം നീ ഈ രാത്രി അറിയണം. മനസ്സിലാകുന്നെങ്കിൽ കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ രാത്രി പറയണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു ബാല മരിച്ചിട്ടില്ല. അവരെല്ലാം കൂടെ അവനെ പരിഹസിച്ചു. ഇവൻ എന്തൊരു വർത്തമാനം ഈ പറയുന്നത്, അവനെ പരിഹസിച്ചു. ആരും വിശ്വസിച്ചില്ല. യേശു ആ വീട്ടിലേക്ക് നടന്നു. ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ട് പോകുകയാ. കാരണം മരിക്കും മുമ്പേ കാക്ക വീണൊരപ്പനുണ്ട്. തന്റെ കാക്കൽ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഉലകം മൊത്തം കൂടെ ആ വീട്ടിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞാലും തന്റെ കാക്കൽ വീണവന്റെ വീട്ടിൽ പോയി പ്രശ്നം പരിഹരിക്കുന്ന എന്റെ യേശുവിനെ പോലെ ഒരു നല്ല കർത്താവ് വേറെ ഇല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ.
യേശു ആ വീട്ടിൽ ചെന്നപ്പോ യൂദ ഉൾപ്പെടെ സകല ശിഷ്യന്മാര് കൂടെ ഉണ്ട്. യേശുവിന് മനസ്സിലായി ഇവരെല്ലാം കൂടെ കയറിയാൽ കാര്യം നടക്കത്തില്ല. യേശു 9 ശിഷ്യന്മാരെ വിളി നിർത്തി. ഇവിടെ വലിയൊരു ആരാവാരമുണ്ട്. 12 ഗോത്രങ്ങളുടെ മുഴുവൻ പ്രധാനപ്പെട്ട ആളും പള്ളിപ്രമാണ കൊച്ചു മരിച്ചപ്പോൾ വീടിന് ചുറ്റും വന്ന് ഭയങ്കര കരച്ചിലാണ്. അവരെല്ലാം യേശു പുറത്താക്കി. യായിറോസിനെയും ഭാര്യയും മാത്രം വിളിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ വിളിച്ചു. 3 2 5 പേരും യേശു ഉൾപ്പെടെ 6 പേര് അകത്തോട്ടൊരു കഥ കടച്ചു. ഒരു സ്തോത്രം പറയാം. ഈ അകത്ത് നടക്കാൻ പോകുന്ന വിടുതലിനെ വിമർശിക്കുന്ന, വിരൽ ചൂണ്ടുന്ന സകല കണ്ണുകളെ യേശു നിരോധിച്ചു. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ പോകുകയാ. മണർകാട് ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനത്തിലൂടെ വിടുതൽ പ്രാപിക്കാൻ പോകുന്ന പല കാര്യങ്ങളും തുറച്ചു നോക്കുന്ന, ഉയരങ്ങളിൽ ഇസബേൽ നോക്കി നിന്നതുപോലെ യേഹൂവിന്റെ വരവ് നോക്കി ഉയരങ്ങളിൽ നിന്ന് ഇസബേലിനെ പോലെ തുറച്ചു നോക്കുന്ന ചില വ്യാപാരങ്ങൾ മണർകാടുണ്ട്. പക്ഷെ ആത്മാവുള്ള നീ ചില മണ്ഡലങ്ങളെ ആത്മാവിൽ അടച്ചിട്ട് അകത്ത് മുഴങ്കാലും അടക്കാൻ തയ്യാറായ ഏത് മരിച്ച വിഷയത്തെയും ഒറ്റ വാക്കിൽ കൂമി എന്ന് പറയുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ഈ രാത്രി പന്തലിലുണ്ട്. വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അസാധ്യതകളെ സാധ്യമാക്കുന്ന യേശുവിന്റെ കരം, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. തുറച്ചു നോക്കി വിമർശിക്കുന്ന സകല കണ്ണുകളെ യേശു നിരോധിച്ചു. വാതിലടച്ചകത്ത് കയറിയിട്ട് ഒറ്റ വിളി, തലീമാ കൂമി. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന കൊച്ചെഴുന്നേറ്റു. അപ്പന്റെ അമ്മയുടെയും കൈ കൊടുത്തു സ്വതന്ത്രം പറഞ്ഞേ. ആർക്ക് നഷ്ടപ്പെട്ടോ, നഷ്ടപ്പെട്ടവന്റെ കയ്യിൽ ജീവിച്ചതിനെ കൊടുത്തിട്ട് യേശു പറഞ്ഞു ആഹാരം കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആശീർവാദം പറയും മുമ്പേ ചില നഷ്ടങ്ങളെ നിന്റെ കൈ തിരിച്ചു തരാൻ പോകുകയാ. അസാധ്യമെന്ന് ലോകം വിധി പറഞ്ഞ ചില നഷ്ടങ്ങൾ ഇന്ന് രാത്രി ദൈവം നിനക്ക് ജീവൻ പ്രാപിച്ച് മടക്കി തരാൻ പോകുകയാ. ഈ ഭൂതഗ്രസ്തൻ വീട്ടിലേക്ക് പോയതുപോലെ, ഈ രക്തസ്രാവക്കാരി ക്ഷണത്തിൽ സൗഖ്യമുള്ളവളായതുപോലെ, ഈ വാഴ എഴുന്നേറ്റതുപോലെ ഈ രാത്രി ക്ഷണത്തിൽ ചില വിടുതല് ഈ ഒന്നാമത്തെ രാത്രിയിൽ ദൈവം നമ്മുടെ കൂടാരങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ പകരുമെന്ന് ആത്മാവിൽ ഉറപ്പുള്ളവര് ഈ രാത്രി 2 കരം ചേർത്തടിച്ച് ഈ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുകയാ. പ്രിയരെ, ഞാൻ എന്റെ വാക്ക് നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിന്റെ കഴിവുകളെല്ലാം അസ്തമിക്കുന്നിടത്താ എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. നീ എവിടെയാണോ അവസാനിപ്പിച്ച ശവക്കല്ലറയിലാണോ നീ ഇന്ന് രാത്രിയിൽ, അവിടെ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുകയാ. അല്ലെ നീ മരിച്ചു മുറിക്കകത്ത് കട്ടിലിൽ കിടത്തിയിരിക്കുകയാണോ, അവിടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയ. നമ്മൾ അവസാനം കണ്ടിടത്ത് യേശു ആരംഭം കുറിക്കാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കരുത്തുണ്ട്? ഇനിയും പ്രാർത്ഥിക്കണ്ട പാസ്റ്ററേ, ഇനിയും വിടുതലില്ല പാസ്റ്ററേ, ആ വിഷയം വിട്ടേര് പാസ്റ്ററേ എന്ന് പറഞ്ഞിടത്ത് ഇന്ന് രാത്രി യേശുവിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ലോകം മുഴുവൻ കൈവിട്ട ചില വിഷയത്തിന്റെ മേൽ, അത് സാമ്പത്തിക മേഖലയാകട്ടെ, അത് ശാരീരിക സൗഖ്യത്തിന്റെ വിഷയമാകട്ടെ, അത് ജോലിയുടെ വിഷയമാകട്ടെ, അത് കുടുംബ ബന്ധം ശിഥിലമായതാകട്ടെ, ഇന്ന് രാത്രി യേശു ആ വിഷയത്തിന്മേൽ കരം നീട്ടാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ഇനി സമയം ദൈർഘ്യമാക്കിയ നാളത്തെ യോഗത്തെ അത് ബാധിക്കുമല്ലോ. പ്രിയരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ പരാജയപ്പെട്ടിടത്ത്, നമുക്ക് അസാധ്യമെന്ന് ലോകം വിധി പറഞ്ഞിടത്ത്, ഇനി ഒരു വിടുതലില്ല എന്ന് ലോകം ഒരുമിച്ച് പറഞ്ഞിടത്ത് എൻ്റെ യേശുവിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പാടി സെന്ററിന്റെ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ എന്നിലൊരാരംഭം ദൈവം കുറിക്കാൻ പോകുന്നു. എന്റെ തലമുറയിൽ ഒരാരംഭം ദൈവം കുറിക്കാൻ പോകുന്നു.
ഞാൻ നാളുകളായി കരയുന്ന ചില വിഷയത്തിന്റെ മേൽ ഒരാരംഭം ദൈവം കുറിക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയും പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞ, ഇനിയും ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ, ഇനി യേശുവിനെ വീട്ടിലേക്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാ. ഇതൊരു അത്ഭുതത്തിന്റെ രാത്രിയാ. നീ ഇവിടെ കരമുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ വിടുതലില്ലാത്ത വിഷയം എവിടെയാണോ അവിടെ യേശുവിന്റെ കരം ചലിക്കാൻ പോകുകയാ. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. പ്രിയരേ, ദൈവാത്മാവ് പ്രവചനാത്മാവ് പറയുന്നു, അസാധാരണമായ ചില വിടുതൽ, മറ്റുള്ളവർക്ക് ആശ്ചര്യം തോന്നുന്ന ചില വിടുതൽ, ദേശത്തിന് ഭയം ഉളവാക്കുന്ന ചില വിടുതൽ, നാട്ടുകാർ പോലും ഞങ്ങളുടെ ദേശം വിട്ട് പോകണമെന്ന് യേശുവിനോട് പറയത്തക്ക നിലകളിൽ ഭയമുളവാക്കുന്ന ചില വിടുതലുകൾ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. എത്ര പേര് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നീ ഇങ്ങോട്ട് പോരുമ്പോൾ കണ്ടിട്ട് വന്ന ആ വിഷയം, കഴിഞ്ഞ അല്ലെങ്കിൽ 3 മാസങ്ങളായിട്ടും നീ അനുഭവിക്കുന്ന ചില ഭാരമേറിയ വിഷയം, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ആ ചുമട്, ഹാഗാറിന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കല്ലേറ് ദൂരെ, ഒരു അമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് കരഞ്ഞവളെ പോലെ മാറിയിരുന്ന് കരയുന്ന ചില വിഷയങ്ങൾ, ഇന്ന് രാത്രി പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ചില വിടുതൽ നിന്റെ കൺമുമ്പിൽ ഉറവ പോലെ വെളിപ്പെടാൻ പോകുകയാ. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ ഹൃദയത്തിലെ നൊമ്പര സ്വർഗമൊന്ന് കാണട്ടെ. നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, വർഷങ്ങൾ പഴക്കമുള്ള ദുരാത്മ പോരാകട്ടെ, വർഷങ്ങൾ പഴക്കമുള്ള സൗഖ്യമില്ലാത്ത രോഗമാകട്ടെ, പെട്ടെന്നുണ്ടായ മരണമാകട്ടെ, ഇന്ന് രാത്രിയിൽ എന്റെ യേശു ആ വിഷയത്തിന്മേൽ കരം നീട്ടാൻ പോകുകയാണ്. നിന്റെ വീട്ടിലേക്ക് അവൻ വരുവാൻ പോകുകയാണ്. നിനക്ക് വിരോധമായി വെളിയിൽ നിൽക്കുന്ന ചില ജനത്തിന്റെ നിരോധനമായ കണ്ണുകളെ അടച്ചിട്ട് നിന്റെ കൂടാരത്തിനകത്തൊരു ജയം, ഒരു ജീവന്റെ തുടിപ്പ് നിന്റെ കൂടാരത്തിൽ അവൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ കർത്താവേ അങ്ങയുടെ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. നാളുകളായിട്ട് അസാധ്യമെന്നും ആർക്കും ഒരു നിലയിലും രക്ഷിക്കാൻ കഴിയത്തില്ലെന്നും വിടുതലില്ലെന്നും ഒക്കെ ലോകം വിധി പറഞ്ഞ ചില വിഷയത്തിന് മേൽ ഈ കൂടാരങ്ങളിൽ, ഈ വ്യക്തികളിൽ ഒരത്ഭുതമേറിയ വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഈ പാമ്പാടി ഈസ്റ്റ് സെന്റർ, പാമ്പാടി സെന്ററിനായി കർത്താവേ, ഇവിടെയുള്ളതായ സാബു പാഷയുടെ സഭയ്ക്കായി, ചർച്ചക്കോടിന്റെ പ്രവർത്തന മേഖലകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നാളെ മുതൽ വലിയ അത്ഭുതത്തിന്റെ രാത്രിയാക്കി ദൈവം മാറ്റണമേ. ഇന്ന് രാത്രി രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഈ ക്ഷണത്തിൽ സൗഖ്യമാകട്ടെ. രക്തസ്രാവക്കാരി സൗഖ്യമായതുപോലെ, ഭൂതഗ്രസ്തൻ വിടിവിക്കപ്പെട്ടതുപോലെ ക്ഷണത്തിൽ ഒരു വിടുതൽ ജനത്തിന് മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൂതപിശാച് അടച്ച ചില ഉറവകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനായി തുറന്നു വരട്ടെ. അടഞ്ഞ ചില വഴികൾ ഓപ്പൺ ആകട്ടെ. കർത്താവേ, സമാധാനമില്ലാത്ത ജനത്തിന് ഈ രാത്രി സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ മഹത്വം കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. നിന്റെ ജനത്തെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവസരം ഒരുക്കിയ ദൈവദാസന് നന്ദി പറയും.